ഹലോ ഗായ്സ്, എന്തൊരു ചൂടാണോ, ചൂടോട് ചൂട്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് ചൂടിനെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വാർപ്പ് നല്ല പതച്ച് നിൽക്കുക. അവിടെ ഒന്ന് വൈറ്റ് സിമെൻറ്റ് അടിക്കണം. നമ്മളൊക്കെ 2 വർഷം മുന്നേ അടിച്ചിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് വൃത്തിയാക്കിയിട്ട് ഒന്ന് വൈറ്റ് സിമെൻറ്റ് അടിച്ചിട്ടാൽ പിന്നെ വാർപ്പ് ചൂടാവില്ല. അവിടെ ഉച്ച സമയത്തൊന്ന് വെയിൽ കെട്ടിയാൽ കാറ്റ്, സീലിംഗ് ഫാൻ്റെ കാറ്റ് ചൂടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ വർക്ക് തുടങ്ങുകയാണ്. ആദ്യമായിട്ട് ഇങ്ങനെ നനച്ചെടുക്കും. നന്നായിട്ടൊന്ന് പൈപ്പ് പിടിച്ചിട്ട് എല്ലാ ഭാഗവും ഒന്ന് നനക്കുമ്പോൾ ഒന്ന് ഇങ്ങനെ ഈ പിടിച്ചതൊക്കെ ഉണ്ടല്ലോ, പൈപ്പുകളൊക്കെ കണ്ട് കറുത്ത നിറത്തിൽ വരില്ലേ, ഇതൊന്ന് ബ്രഷ് ചെയ്യണം. ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലീനാവും. എന്നിട്ട് വേണം വൈറ്റ് സിമെൻറ്റ് അടിക്കാൻ. അങ്ങനെ വൃത്തിയാക്കി ഏകദേശം ഇട്ടിട്ടുണ്ട്. മുൻപ് അടിച്ചതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണുന്നുണ്ട്. ഇവിടേക്കൊന്നും വൃത്തിയാക്കിയിട്ടില്ല. തൽക്കാലം നമ്മൾ ആ റൂമിൻ്റെ മേലെ മാത്രം ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ചൂട് നല്ല ചൂടാണ്. അപ്പോൾ ഇതൊന്ന് 2 കോട്ട് അടിച്ചിട്ട് നോക്കട്ടെ, പരമാവധി ചൂട് കുറയും. നമ്മൾ രാത്രിയിലാണ് അടിക്കാൻ വിചാരിച്ചത്. വൈകുന്നേരം ആയിക്കൊണ്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് സമയം എടുത്തു. അപ്പോൾ ഇനി ഏകദേശം നമ്മൾ വൈറ്റ് സിമെൻറ്റ് ഒരു കിലോൻ്റെ പാക്കറ്റ് കൊടുത്തിട്ട് അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അടിച്ച് പോകണ്ടില്ല, ഉണങ്ങി വരുമ്പോൾ വൈറ്റ് കളറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് മൊത്തം ഒന്ന് അടിച്ച് തീർക്കണം. ഇനി ബാക്കി അതിൻ്റെ ഫുൾ അടിച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം. അങ്ങനെ ഇന്നലെ വൈറ്റ് സിമെൻറ്റ് അടിച്ചിട്ടിട്ടുണ്ട്. രാവിലെയായി, അത്യാവശ്യം നല്ല നിറണ്ട് വിചാരിക്കുന്നു. നനച്ച് കൊടുക്കണം. അങ്ങനെ ഇന്നലെ രാത്രി ഞാൻ അടിച്ച് പെയിൻറ്റ് വൈറ്റ് സിമെൻറ്റ് കണ്ടില്ലേ. അത്യാവശ്യം നല്ല വെയിലുണ്ട്, 2:30 മണി കഴിഞ്ഞ്. പക്ഷേ ഈ ഭാഗത്തൊക്കെ ചവിട്ടുമ്പോൾ നല്ല ചൂടുണ്ട്. ഇതിൻ്റെ മുകളിലൊന്ന് ചോദിച്ചാൽ ചൂട് വളരെ കുറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 2 കിലോ വൈറ്റ് സിമെൻറ്റ് വെച്ചാണ് ഞാനിവിടെ അടിച്ചിട്ടുള്ളത്. വെയിൽ നല്ല വെയിലാണ്, കണ്ണ് തുറക്കാനും പറ്റുന്ന വൈറ്റ് കൊണ്ട് ഈ ഭാഗത്തൊക്കെ ഒന്നും അടിച്ചിട്ടില്ല.